ഹേ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുഞ്ഞു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് പയ്യന്നൂർ അമ്പലത്തിലേക്കാണ്. അവിടെ 16 മുതൽ 30 വരെ ആരാധന മഹോത്സവം നടക്കുന്നുണ്ട്. അപ്പം അത് കാണാനായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്പടും ഇതാ റെഡി ആയിട്ടുണ്ട്. എടപ്പം അമ്പടു അവിടെ ഒന്നില്ലേ? അപ്പോൾ അമ്പുടുവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് കളിസാധനം അപ്പം വാങ്ങാൻ വേണ്ടിയിട്ടാണ് അമ്പുടു അമ്പലത്തിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളിത് അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. ഏട്ടൻ ഒരു സൈഡിലേക്ക് വണ്ടിയെല്ലാം ഒതുക്കി വെക്കുവാണ്. അങ്ങനെ ഇതാ അമ്പലത്തിൻ്റെ കുളക്കടവിലേക്ക് നമ്മൾ ഇങ്ങനെ പോവുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ കുളക്കടവ് എന്ന് പറയുന്നത്. ഇതിൽ കുറേ മീനുണ്ട്. ഇപ്പം രാത്രി ആയതുകൊണ്ട് നമുക്ക് ശരിക്കും മീനിനെ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം പറ്റുന്ന പോലെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അമ്പുടനാണെങ്കിൽ മീനിനെ കണ്ട സന്തോഷത്തിൽ എന്ത് ചെയ്യേണ്ടതെന്ന് അമ്പുടന് മനസ്സിലാവുന്നില്ല. അപ്പം ഏട്ടനെ പിടിച്ച് ഇങ്ങനെ വലിക്കുന്നു, വാച്ച ഒന്ന് വാച്ച എന്ന് പറഞ്ഞിട്ട് അമ്പുടു മീനിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിരക്ക് കൂട്ടിയിരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ നടവഴി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തുമ്പം അമ്പലത്തിൻ്റെ മുന്നിലായിട്ട് കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് ആ ഒരു ആംബിയൻസിൽ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിന്. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോൾ ആ സമയത്ത് അവിടെ സന്ധ്യാപൂജ നടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ ശ്രീവേലി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്ത് കയറി ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് നമ്മൾ അമ്പലമൊക്കെ ചുറ്റി വന്ന് കുറച്ചധികം സമയം എന്തായാലും അമ്പലത്തിൻ്റെ അകത്ത് തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്പുടു നമ്മളെ നേരെ കൂട്ടിക്കൊണ്ട് പോയത് കടല വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ അമ്പുടിന് ഇഷ്ടപ്പെട്ട മസാലക്കടലയും വാങ്ങി അതും കഴിച്ചുകൊണ്ട് നമ്മൾ ചന്തയിലൊക്കെ കയറി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, പല തരത്തിലുള്ള ഐറ്റംസ് ഉണ്ട്. നമ്മളെ കയ്യിൽ പൈസ മാത്രമേ വേണ്ടൂ. അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് ചന്തകളിലൊക്കെ കയറി. പിന്നെ ഏറ്റവും കൂടുതൽ തിരക്ക് എന്ന് പറയുന്നത് 20, 10, 30 ആ കടയിലാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ അടി നടക്കുന്നത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ പോകുന്നതും ആ കടയിൽ തന്നെയാണ്. അപ്പം പിന്നെ അവിടെയും കയറി. അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഇങ്ങനെ ചുറ്റിക്കറങ്ങി അവസാനം കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ അമ്പലത്തിലേക്ക് പോയ ദിവസം എന്ന് പറയുന്നത് ആരാധന തുടങ്ങിയിട്ട് 3ാമത്തെ ദിവസമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ തൊഴാനും പ്രാർത്ഥിക്കാനും ഒക്കെ പറ്റി. എല്ലാ സാധനങ്ങളും സമാധാനത്തോടെ വാങ്ങാൻ പറ്റി. അധികം തിരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെയൊക്കെ കുറച്ച് സമയം ചുറ്റിക്കറങ്ങി നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.